ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് നാരായണീയം ദശകം 66 ഗോപി ജനാഹ്ലാദനമാണ് വായിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഒടുക്ക എന്താ വായിച്ചത്? മക്കൾക്ക് ഓർമ്മയുണ്ടോ? അത് ഭഗവാൻ കൃഷ്ണൻ ദർശനത്താലും സ്പർശനത്താലും എല്ലാം ഈ ഗോപസ്ത്രീകളെ അത്രമാത്രം പരമാനന്ദ രസായനം കുടിപ്പിച്ചു. മതിവരുവോളം ആസ്വദിക്കാൻ അവർക്ക് അവസരമൊക്കെ ഉണ്ട്. കാരണം അവർ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ എല്ലാവരുടെയും വസ്ത്രാപഹരണം ചെയ്തല്ലോ. വസ്ത്രങ്ങളെല്ലാം എടുത്ത് മരക്കൊമ്പിൽ ഭഗവാൻ പിന്നെ അവർ വന്ന് തൊഴുത് കരേറി യാചിച്ച് ചോദിച്ച് വാങ്ങിച്ച് അന്നേ പറഞ്ഞിരുന്ന വാക്കാണ് ഇങ്ങനെ ക്രീഡ നടത്താമെന്ന്. ഇപ്പോൾ ഇവിടെ അത് ഭഗവാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നതാണ്. ഇവിടെ അപരമായിട്ട് സന്തോഷം കൊണ്ട് ആനന്ദരസായനം കുടിപ്പിക്കുവാണ്. ഗോപീ ജന ആഹ്ലാദനം. എല്ലാ ഗോപസ്ത്രീകൾക്കും ഭഗവാൻ എല്ലാവരുടെയും മുമ്പിലുണ്ട്. അവരെല്ലാം ആഹ്ലാദം കൊണ്ട് നിറയുന്നു, ആനന്ദലഹരിയിലാകുന്നു. അത് നമുക്കും അങ്ങനെ ആകാം. ഭക്തി വർദ്ധിച്ചാൽ നമുക്കും പരമാനന്ദ അമൃത്, അത് രസായനം, അത് നമുക്ക് കിട്ടും. നമുക്കത് ആസ്വദിക്കാം. ഭക്തന്മാരെല്ലാം അങ്ങനെ ആ പാനം അമൃതമാകുന്ന ആ പാനീയം നമ്മളെല്ലാവരും അത് രസായനം കഴിക്കണം. അതാണ് ഭഗവാൻ ഇഷ്ടം. അതുകൊണ്ട് ഗോപീജനങ്ങൾക്ക് അത് കിട്ടി. നമുക്ക് 6 ശ്ലോകം വരെ നമ്മൾ വായിച്ചത്. 7ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. വാസോഹരണദിനേയൽ വാസോഹരണം പ്രതിശ്രുതം ദാസാം തദപി വിഭോ രസവിവശ സ്വാന്താനം കാന്ത സുഭ്രുവാം അതധ. വാസോഹരണദിനേയൽ വാസോഹരണം പ്രതിശ്രുതം ദാസാം തദപി വിഭോ രസവിവശ സ്വാന്താനം കാന്ത സുഭ്രുവാം അതധ. ഹേ വിഭോ ഗുരുവായൂരപ്പ. ഇത് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുക. ഭഗവാനെ, അങ്ങ് വസ്ത്രാപഹരണം നടന്ന ദിവസം നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടികളുടെയൊക്കെ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. ആ സമയം, ആ ദിവസം, അന്ന് തന്നെ അങ്ങ് അവർക്ക് വാക്ക് കൊടുത്തിരുന്ന് അനുസരിച്ചുള്ള വാസോഹരണം നടത്തുകയും രസ അതിരേകത്താൽ അത്രമാത്രം രസം, അത്രമാത്രം അവർക്ക് ആനന്ദം ആയതുകൊണ്ട് മാനസം തളർന്നു പോയി. രസവിവശ, അതായത് രസ അതിരേകത്താൽ മാനസം തളർന്നു പോയ അവരെ ആനന്ദസാഗരത്തിൽ ആറാടിപ്പിക്കുകയും ചെയ്തു. ഭഗവാൻ അന്ന് മുമ്പ് പറഞ്ഞ വാക്കനുസരിച്ച്. 8ാമത്തെ ശ്ലോകം. കന്ദളിത ഘർമ്മലേശം കുന്ദമൃദുസ്മേര വക്ത്രപാധോജം നന്ദസുതാ ത്വാം ത്രിജഗൽ സുന്ദരം ഉപഗൃഹ്യ നന്ദിതാ ബാല. കന്ദളിത ഘർമ്മലേശം കുന്ദമൃദുസ്മേര വക്ത്രപാധോജം നന്ദസുത ത്വാം ത്രിജഗൽ സുന്ദരം ഉപഗൃഹ്യ നന്ദിതാ ബാല. ഹേ നന്ദകുമാര കൃഷ്ണ, അല്പാൽപ്പം വിയർപ്പ് പൊടിഞ്ഞവനും മുല്ലമലർ പോലെ പൊട്ടിവിടർന്നു വരുന്ന മന്ദസ്മേരം പൊഴിക്കുന്ന മുഖ അരവിന്ദത്തോടു കൂടിയവനും ത്രിലോക സുന്ദരനുമായ ഭഗവാനെ പുണർന്നിട്ട്, അല്ലയോ ഗുരുവായൂരപ്പ, ആ ബാലികമാർ ആനന്ദതുന്തിലരായി തീർന്നു. ഭഗവാന്റെ അല്പാൽപ്പം വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്ന ദേഹം, മുല്ലമലർ പോലെ പൊട്ടിവിടർന്നു വരുന്ന മന്ദസ്മേരം പൊഴിക്കുന്ന മുഖാരവിന്ദത്തോടു കൂടിയ കോമളമായ ത്രിലോക സുന്ദരനുമായ, ത്രിലോകങ്ങളിൽ വെച്ച് സുന്ദരനുമായ ഭഗവാനെ, അങ്ങയെ പുണർന്നിട്ട് ഈ കുട്ടികൾ, അല്ലയോ ഗുരുവായൂരപ്പ. ഇതാര് പറയുന്നു? ഭട്ടതിരിപ്പാട്. അല്ലയോ ഭഗവാനെ, ആ ബാലികമാർ ആനന്ദതുന്തിലരായി തീർന്നു. അങ്ങയുടെ അംഗസ്പർശത്താൽ അവർ ധന്യരായി. വിയർപ്പ് പൊടിഞ്ഞ് പുഞ്ചിരി പഴിക്കുന്ന ത്രിലോകസുന്ദരനായ കൃഷ്ണന്റെ അംഗസ്പർശനം ഗോപികൾക്ക് പരമാനന്ദമാണ് പ്രദാനം ചെയ്തത്. അത്രമാത്രം ആനന്ദമാണ് അവർക്ക് കിട്ടിയത്. ഇവിടെ ലൗകികമായ അംഗസ്പർശത്തിൻ്റെ ആനന്ദമല്ല, ഈ ലോകത്തിലുള്ള സന്തോഷവും ആനന്ദവും അല്ല കിട്ടിയത്. ഭഗവാൻ പ്രദാനം ചെയ്തത് എന്താ പിന്നെ കിട്ടിയത്? പരബ്രഹ്മമായ അദ്ദേഹം ബ്രഹ്മാനന്ദമാണ് അവർക്ക് നൽകിയത്. അവർക്ക് പക്ഷേ അറിഞ്ഞുകൂടാ.
ഭഗവാൻ ചെയ്തതെന്താ? ആനന്ദപ്രദം. അത്രമാത്രം പരബ്രഹ്മമായ ഭഗവാന്റെ ബ്രഹ്മാനന്ദമാണ് അവർക്ക് നൽകിയത്. അത് മാനസികമാണ്. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാനന്ദാനുഭൂതി ലഭിച്ച അവർ എത്ര ധന്യരാണ്. ഇവിടെ സാധാരണ രതിക്രീഡ അല്ല, ബ്രഹ്മാനന്ദാനുഭൂതിയാണ്. അതായത് ജീവാത്മാ പരമാത്മാ ഐക്യമാണ് നടന്നത്. പക്ഷെ ബ്രഹ്മത്തെപ്പറ്റി അറിവില്ലാത്ത ഗോപികൾ അത് വിചാരിച്ചില്ല. അങ്ങനെ അറിയാതെ തന്നെ അവർക്ക് ആ പരമാനന്ദദായകമായ അറിയാതെ തന്നെ എന്നുവെച്ചാൽ അവർ ലൗകികമായൊക്കെ അവർക്ക് അറിയൂ, ആത്മീയമായുള്ള അറിവ് അവർക്ക് വന്നിട്ടില്ല. പക്ഷെ ഭഗവാൻ നൽകിയത് ആ ആനന്ദാനുഭൂതിയാണ്, ഉള്ളിലെ പരമാനന്ദാനുഭവമാണ് അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് അവർക്കത് മനസ്സിലായില്ലെങ്കിലും അങ്ങനെ അറിയാതെ തന്നെ അവർക്ക് ആ പരമാനന്ദദായകമായ ബ്രഹ്മാനന്ദാനുഭൂതിയാണ് ഭഗവാൻ നൽകിയത്. അതാണ് അവർ അത് പിന്നീട് ഒരിക്കലും മറക്കാതിരുന്നത്. അവരത് മറക്കത്തില്ല. അത് ഒരിക്കലും നമുക്കാർക്ക് ആ ബ്രഹ്മാനന്ദ അനുഭൂതി നമുക്ക് സംഭവിച്ചാൽ നമ്മൾ പിന്നെ ഇത് ഒരിക്കലും അത് മറക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്നും നമുക്ക് ആ ഒരു അനുഭൂതി നമുക്ക് 10-40 വയസ്സുള്ളപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളിനോട് അത് മാറിയിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കണം ഇത് ഇങ്ങനെ തന്നെ കിടക്കുമെന്ന്. അപ്പോൾ അത് ജീവിച്ചിരിക്കുമ്പോൾ ആ കുട്ടികൾക്കത് പ്രയത്നിക്കാതെ തന്നെ ആ അനുഭൂതി അവർക്ക് കിട്ടിയെന്നുള്ളതാണ്. ലൗകികമായാണ് അവർ സ്നേഹിച്ചതെങ്കിലും ഭഗവാൻ നൽകിയത് ജീവാത്മാ പരമാത്മാ ഐക്യമാണ് കൊടുത്തത്. നമ്മുടെ ഉള്ളിലെ പരമാത്മാവിനും നമ്മളെ ഉള്ള ജീവാത്മാവോടെ ചേർന്ന ഒരു ഐക്യമുണ്ട്. ആ അനുഭൂതി അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. അത് ലൗകികമായിട്ടൊന്നും കിട്ടുന്നതല്ല, അത്രമാത്രം ആനന്ദാനുഭൂതിയാണ്. അതാണ് അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് അവരതൊരിക്കലും മറക്കുകയില്ല, അവർ വിട്ടുകളയത്തുമില്ല. നമുക്ക് 9-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയ ച സംഗമേഹിത്വം നിതരാം അങ്കാരമയ തത്ര പുനഃസംഗമേ വിചിത്രമിദം. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയ ച സംഗമേഹിത്വം നിതരാം അങ്കാരമയ തത്ര പുനഃസംഗമേ വിചിത്രമിദം. ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, വിരഹകാലത്ത് ഭഗവാൻ അങ്കാരമയനാണ്. അതായത് ഭഗവാൻ നമ്മളെ അടുത്തുനിന്ന് മാറിപ്പോകുമ്പോൾ, അവിടെ അന്ന് ഗോപസ്ത്രീയുടെ അടുക്ക ഭഗവാൻ ഉണ്ടായിരുന്നു, സംഗമം. അതുകൊണ്ട് സംഗമം അല്ലാത്ത കാലത്ത് അങ്കാരമയനാണ്. അതാണ് വിരഹകാലം. വിരഹകാലത്ത് ഭഗവാൻ അങ്കാരമയനും, എന്നാൽ സംഗമകാലത്ത് ഈ കുട്ടികളോടൊപ്പം നിൽക്കുന്ന സമയത്ത് ശൃംഗാരമയനുമാണ്. അതായത് ലൗകികമായ ശൃംഗാരം, അത് ആത്മീയമായതല്ല, അവരുടെ കൂടെ നിൽക്കുമ്പോൾ. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു ഭഗവാൻ? ആ ശൃംഗാരമയല്ല അവർക്ക് കൊടുത്തത്, സംഗമകാലമാണ്. അവരുടെ കൂടെ ഒപ്പം തന്നെ ഉണ്ട്. എന്നാൽ ഇവിടെയാകട്ടെ ഗോപികളുമായുണ്ടായ സംഗമത്തിലും, അതായത് കൂടെ ഉള്ളപ്പോഴും ചേർന്ന് നിൽക്കുമ്പോഴും അങ്ങ് അങ്കാരമയനായി എന്നതാണ് വിചിത്രം തന്നെ. കാരണം അവിടെ അപ്പോൾ വിരഹത്തിൽ നിൽക്കുന്ന ഒരു രീതിയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മുമ്പിൽ ചേർന്ന് നിൽക്കുന്നില്ല ഭഗവാൻ, എവിടെയോ ആണ്. പക്ഷെ നമുക്കപ്പോഴും വിരഹമാണ്, ഭഗവാനെ കണ്ടെടുക്കണം, കിട്ടണം എന്നുള്ള വിരഹം. എന്നാൽ കൂടെ നിൽക്കുകയാണെന്ന് ഈ ഗോപസ്ത്രീയുടെ കൂടെ ഉണ്ട്, ചേർന്നുണ്ട്. എപ്പോഴും തട്ടിയും കണ്ടും കൊണ്ടിരിക്കുന്ന ഭഗവാൻ അവിടെ അങ്കാരമയനായി തീർന്നു, ശൃംഗാരമയനായില്ല. അതാകുമ്പോൾ എന്തുവരും, കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൗകികമായ ഒരു ഇത് വരുമ്പോൾ കുട്ടികൾ വേറൊരു രീതിയിലല്ലേ അവർക്ക് ആത്മീയം അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് ഭഗവാൻ മനഃപൂർവ്വമായി തന്നെ ആയിരിക്കണം അവിടെ അങ്കാരമയനായത്. അതുകൊണ്ട് അത് വിചിത്രം തന്നെ എന്നിവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു. ഭഗവാൻ വിരഹകാലത്ത് എങ്ങനെയാണോ അതുപോലെയാണ് കുട്ടികളുടെ കൂടെ ഉള്ളപ്പം. അതാണ് സംഗമകാലത്ത് ശൃംഗാരമയനാവാതെ അങ്കാരമയനായി തീർന്നു. ഭഗവാൻ അമ്പാടിൽ നിന്ന് പോയതിൽ പിന്നെ ആ മുഖം കാണുവാൻ തന്നെ സാധിക്കുന്നില്ല. ആ വിരഹമാണ് എന്നും അവർക്കുണ്ടായത്. അങ്ങനെ ആ കാലങ്ങളിൽ ഭഗവാൻ അവിടുന്ന് അമ്പാടിൽ നിന്ന് പോയല്ലോ കംസനെ വധിക്കാനൊക്കെ. അപ്പോൾ പോയതിന് ശേഷം പിന്നെ ആ ഗോപസ്ത്രീകളൊന്നും ഭഗവാന്റെ മുഖം കാണുവാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം? ഭഗവാൻ അവസാനം കൊടുത്ത ആ ആത്മീയ നിർവൃതിയാണ്, ആ ജീവാത്മാ പരമാത്മാ ഐക്യമാണ് കൊടുത്തത്. അതുകൊണ്ട് അവരെപ്പോഴും അങ്ങനെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക, അതായിരിക്കും ഭഗവാൻ ചെയ്തത്. അതുകൊണ്ട് ഭഗവാൻ അമ്പാടിയിൽ നിന്ന് പോയതിൽ പിന്നെ ആ മുഖം കാണുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ വിരഹമാണ് എന്നും അവർക്കുണ്ടായത്. 10-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 10. രാധാതുംഗപയോധര
സാധുപരീരംഭലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗതാൻ രാധാതുംഗപയോധര സാധുപരീരംഭലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗതാൻ. ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു, ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, രാധാദേവിയുടെ പോർമുല മുറുകെ പുണരുന്നതിൽ ആസക്ത മാനസനായിരിക്കുന്ന ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. രാധയും ഭഗവാൻ കൃഷ്ണനും ഏകമാണ്, ഒന്നാണ്. നമ്മളെല്ലാവരും ഓരോ രാധമാർ തന്നെയാണ് ഭഗവാൻ. പക്ഷെ അവിടെ ഏറ്റവും ഭക്തയായ രാധാദേവിയാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ രാധാദേവിയുടെ പോർമുല മുറുകെ പുണരുന്നതിൽ ആസക്ത മാനസനായിരിക്കുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. അങ്ങ് എൻ്റെ രോഗങ്ങൾ നശിപ്പിക്കണമേ. ഗോപസ്ത്രീകൾ ഭക്തരാണ്. അതിലേറ്റവും പ്രിയപ്പെട്ട ഭക്തയാണ് രാധാദേവി. അന്നുള്ള ഗോപസ്ത്രീകളെല്ലാം വളരെ വളരെ ഭക്തമാരാണ്. അതിലേറ്റവും പ്രിയപ്പെട്ട ഭക്തയാരാ? രാധാദേവി. രാധയും മാധവനും ഒന്ന് തന്നെയാണ്. കൃഷ്ണനും രാധയും ഏകമാണ്, ഒന്നാണ്. അവർ രണ്ടല്ല. രണ്ടെന്ന തോന്നൽ മായ മൂലമാണ്. നമ്മൾ മായാജാലത്തിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നിക്കുന്നതാണ് അവർ രണ്ടാണെന്ന്. എന്നാൽ അവർ ഒന്ന് തന്നെ. അതിനാൽ രാധയിൽ തന്നെ കൃഷ്ണമാനസം ലയിച്ചിരിക്കുന്നു. ഭഗവാന്റെ മനസ്സ് എവിടെ ലയിച്ചിരിക്കുന്നു? രാധയിൽ. നമുക്കും അങ്ങനെയാകാം. അതുപോലെ ഒരു രാധ എല്ലാവർക്കും ആകാം. നമ്മളുടെ മനസ്സിൽ തന്നെ ഭഗവാൻ എപ്പോഴും അങ്ങനെ ഉറച്ച് ഇരിക്കും. ഒന്നായിത്തീരണം. അതാണല്ലോ ജീവാത്മാ പരമാത്മാ ഐക്യം. അത് ഭഗവാനോടുത്ത ഗോപശ്രീകൾക്കൊക്കെ കൊടുത്ത്. എന്നാൽ ഏറ്റവും അധികം ആർക്കാ ഉള്ളത്? രാധാദേവിക്ക്. നമ്മളും അങ്ങനെ ഓരോ രാധാദേവികളാകണം. എങ്ങനെയാ? ഈ രണ്ടും കൂടെ ഒന്നായി ലയിക്കണം. മായ മാറണം. മായ മാറുമ്പോൾ അതുപോലെ ഞാനും ഭഗവാനും രണ്ടായിട്ട് നമുക്ക് തോന്നും മായ കൊണ്ട്. ആ മായ അങ്ങോട്ട് മാറ്റുന്നത് എങ്ങനെയാ? നമ്മുടെ ഭക്തി കൊണ്ടാണ് മായ മാറുന്നത്. ആ ഭക്തി വർദ്ധിക്കുമ്പോൾ രാധയെപ്പോലെ ആകും. രാധയുടെ മനസ്സിൽ എപ്പോഴും പിന്നെ എന്താ ഉള്ളത്? കണ്ണൻ, കൃഷ്ണൻ. അപ്പം രാധയിൽ തന്നെയാണ് കൃഷ്ണമാനസം ലയിച്ച്. ഭഗവാന്റെ മാനസം രാധയിലേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും ആ രാധയാവുക. അപ്പോൾ ഭഗവാൻ എവിടെ നിൽക്കും? രാധയിൽ നിൽക്കും. നമ്മൾ ഓരോരുത്തരിലും ഭഗവാന്റെ മനസ്സ് നമ്മൾ നിൽക്കും. യഥാർത്ഥ ഒരു ഭക്തനിൽ തന്നെ ഭഗവാന്റെ മനസ്സ് ലയിച്ചിരിക്കും. അത് നമുക്ക് അങ്ങനെ ആകുമ്പോഴാണ് ജീവാത്മാ പരമാത്മാ ഐക്യം. ആ ഐക്യം എന്ന് വെച്ചാൽ ചേർച്ച, ഒന്നാവുക. അത് എല്ലാ ഭക്തന്മാർക്കും പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് വേണം? ഈ ലോക ചിന്ത ഒഴിച്ചു കളയണം. ഒഴിച്ചു കണ്ട് ഭഗവാനെ തന്നെ മുറുകെ പിടിക്കണം. ഭക്തി പുരസ്കരം. അപ്പോൾ ഈ ലോക ചിന്ത എങ്ങനെയാണ്? അത് നമുക്ക് നടത്തിക്കൊണ്ട് പോകാം. അത് ഭ്രമിക്കണ്ട, അതിനെ അങ്ങ് സ്നേഹിക്കണ്ട. സ്നേഹം മൊത്തം ഭഗവാനിലിരിക്കട്ടെ. അപ്പോൾ ഭഗവാനും ആ ചേരുന്ന വ്യക്തി ഒന്നായി അങ്ങ് മാറുക ചെയ്യുക. ഈ ലോക ജീവിതം വേണ്ടെന്നല്ല, അതെല്ലാം നമുക്ക് വേണം. അതിനകത്ത് ഭ്രമിച്ച് മമത വേണ്ടെന്നേ ഉള്ളൂ. മനസ്സിൽ കെട്ടി മുറുകെ പിടിക്കണ്ട. അത് ഇതിൻ്റെ ഒരു വഴി കൂടെ അങ്ങ് പൊയ്ക്കോളും. അതൊക്കെ ഒരുപാട് നാളത്തേക്ക് നിലനിൽക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് മുറുകെ പിടിച്ചിട്ട് എന്താ കാര്യം? എപ്പോഴാ പൊട്ടിപ്പൊറിഞ്ഞു പോകുന്ന അറിയില്ലല്ലോ. അതുകൊണ്ട് അത്രത്തോളമൊന്നും മുറുകെ പിടിക്കണ്ട ഈ ലോക ജീവിതത്തിൽ. അതുകൊണ്ട് എന്താ നിത്യമായി നമുക്കുള്ളത്? അതിനെ മുറുകെ പിടിക്കുക, ഈശ്വരനെ. അതാണ് എപ്പോഴും ആവശ്യം, നിലനിൽക്കുന്നതുമാണെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.